AD 3-4 നൂറ്റാണ്ടുകളിൽ തുർക്കിയിലെ തുറമുഖ പട്ടണമായ പത്താറയിലെ ലിസിയയിൽ ജനിച്ച നിക്കോളസ് എന്ന വിശുദ്ധനാണ് സാന്താക്ലോസ് എന്ന ഇതിഹാസമായി മാറിയത്. സെന്റ് നിക്കോളസിനെ ഡച്ചുകാർ സിന്റർക്ലോസ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ അത് സാന്റി ക്ലോസ് എന്നും തുടർന്ന് സാന്താക്ലോസ് എന്നുമായി മാറി. 19-ാം വയസ്സിൽ അദ്ദേഹം വൈദികനായി. യുവാവായ നിക്കോളസ് പാലസ്തീനിലും ഈജിപ്തിലും ഒട്ടേറെ സഞ്ചരിക്കുകയുണ്ടായി. ലിസിയയിൽ തിരിച്ചെത്തിയ നിക്കോളസ് പത്താറയ്ക്ക് സമീപമുള്ള മിറിയയിലെ ബിഷപ്പായി സ്ഥാനമേറ്റു. റോമൻ ചക്രവർത്തിമാർ ക്രിസ്ത്യാനികൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന കാലഘട്ടമായിരുന്നു അത്. ക്രൂരതയ്ക്ക് പേരുകേട്ട ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് നിക്കോളസിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലാക്കി. പിന്നീട് റോമിലെ അധികാരിയായി വന്ന കോൺസ്റ്റാന്റിൻ ചക്രവർത്തി മതപീഡനങ്ങൾ അവസാനിപ്പിച്ചു. അദ്ദേഹം ക്രിസ്ത്യാനിയായി തീരുകയും റോമിലെ ഔദ്യോഗിക മതമായി ക്രിസ്തുമതത്തെ അംഗീകരിക്കുകയും തടവിലാക്കപ്പെട്ട നിക്കോളസിനെ മോചിപ്പിക്കുകയും ചെയ്തു. നിക്കോളസ് തൻ്റെ ജീവിതകാലത്ത് ചുറ്റുമുള്ള അവശരെയും ദരിദ്രരെയും കയ്യും കണക്കുമില്ലാതെ സഹായിച്ചു. കുട്ടികൾക്കും പാവപ്പെട്ടവർക്കുമെല്ലാം അവരറിയാതെ അദ്ദേഹം ക്രിസ്മസിന് സമ്മാനങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മരണാന്തരവും പലർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായതായി ഐതിഹാസികങ്ങൾ പറയുന്നു. തീർത്ഥാടന കേന്ദ്രമായ ബാരിയയിലെ സെന്റ് നിക്കോളസ് ബസിലിക്കയിലാണ് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഡിസംബർ 6-നാണ് വിശുദ്ധ നിക്കോളസിൻ്റെ തിരുനാൾ കൊണ്ടാടുന്നത്. ഈ തിരുനാൾ തലേന്ന് സായാഹ്നത്തിൽ നിക്കോളാസ് ഓരോ വീട്ടിലും എത്തി നല്ലവരായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. ക്രിസ്മസ് ഫാദറായും ന്യൂ ഇയർ ഫാദറായും വിശുദ്ധ നിക്കോളാസ് ആദ്യമായി അറിയപ്പെട്ടത് ജർമ്മനിയിലാണ്. വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുനാൾ ജർമ്മനിയിൽ പുതുവത്സര ദിനത്തിലാണ് ആഘോഷിച്ചത്. ഡച്ച് കുടിയേറ്റക്കാരാണ് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത്. ആ തിരുനാൾ അമേരിക്കൻ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായി പിന്നീട് മാറുകയായിരുന്നു.